നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യം ഈ വരുന്ന ബഡ്ജറ്റിൽ നമ്മൾ സാധാരണക്കാർക്ക് ടാക്സ് പേ ചെയ്യുന്ന ആളുകൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നോട്ട് ചെയ്യുന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് ഒരു ഡിസ്കഷൻ പോയിൻ്റായിട്ട് കരുതിയാൽ മതി. എല്ലാവർക്കും ഈ വരുന്ന ബഡ്ജറ്റിൽ വളരെ ശ്രദ്ധിച്ച് കേൾക്കാനും അതേമാതിരി ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ചേഞ്ചസ് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ടാക്സ് പേയ്മെൻറ്റിൽ കുറച്ച് വ്യത്യാസം വരും. അപ്പോൾ ഈ 6 കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് എല്ലാവരും കേൾക്കേണ്ട കാര്യമുണ്ട്. ഈ ബഡ്ജറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഫിനാൻസ് മിനിസ്റ്റർ മാറി, പുതിയ ഗവൺമെൻറ് വന്നു. ക്ലിയർ മെജോറിറ്റിയാണ് ഈ ഗവൺമെൻറ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ക്ലിയർ മെജോറിറ്റി കിട്ടിയ സ്ഥിതിക്ക് ഈ ഗവൺമെൻറ് വളരെയധികം റിഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള ഒരു അവസരം ഉണ്ട്. അതോടൊപ്പം തന്നെ 5 വർഷം ഇനി ബാക്കിയുണ്ട്. ഈ 5 വർഷത്തിൽ കിടക്കുന്നതിൻ്റെ പേരിൽ തന്നെ ഇനി എന്തെങ്കിലും പോപ്പുലിസ്റ്റിക് ആയിട്ടുള്ള ബഡ്ജറ്റ് വരുന്നുണ്ടെങ്കിൽ അത് ലാസ്റ്റ് പീരീഡിലേക്ക് നീക്കി വയ്ക്കാനുള്ള ഒരു അവസരവും കൂടിയുണ്ട്. ഇപ്രാവശ്യത്തെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമനെ പറ്റി പറയുകയാണെങ്കിൽ അവർ ഫസ്റ്റ് വുമൺ ഫുൾ ടൈം ഫിനാൻസ് മിനിസ്റ്ററും കൂടിയാണ്. അവർക്ക് ഈ ബജറ്റ് എന്തുമാത്രം ചലഞ്ചസ് ത്രോ ചെയ്തുകൊണ്ട് നോക്കാം. അതോടൊപ്പം തന്നെ ഈ ബജറ്റിൽ നമുക്ക് എന്തൊക്കെ അതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെ പറ്റി നമുക്ക് ഇനി സംസാരിക്കാം. അപ്പോൾ നമുക്ക് 6 കാര്യങ്ങളായിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ എത്രയാണ് ടാക്സ് എക്സെപ്ഷൻ. ഈ ടാക്സ് എക്സെപ്ഷനിൽ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഫിനാൻസ് മിനിസ്റ്റർ നമുക്ക് തരുമോ എന്നുള്ളത്. ഇപ്പോൾ 2.5 ലാക്ക് വരെ നമുക്ക് ടാക്സ് എക്സെപ്ഷൻ ഉണ്ട്. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന ബജറ്റിൽ അപ് ടു 5 ലാക്കിനുള്ളതിന് ഒരു ടാക്സ് റിബേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് 5 ലാക്കിന് വരെയാണ് നമ്മുടെ ഒരു ടാക്സബിൾ ഇൻകം എന്നുണ്ടെങ്കിൽ ആ 2.5 ലാക്കിനും 5 ലാക്കിനും ഇടയിലുള്ള ടാക്സ് ലയബിലിറ്റി എന്താണോ അതിന് ഒരു റിബേറ്റ് കിട്ടും. എന്നാൽ നമ്മുടെ ഇൻകം 5 ലാക്കിന് മുകളിലാണ് ടാക്സബിൾ ഇൻകം എന്നുണ്ടെങ്കിൽ ഈ റിബേറ്റ് നമുക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് ഇല്ല. ഇതിൽ വല്ല വ്യത്യാസം നമുക്ക് വരുത്തുമോ, കുറച്ചും കൂടിയും ടാക്സ് ഫ്രണ്ട്ലി ആക്കുമോ എന്നുള്ളതാണ് നമുക്ക് ചോദ്യം. ഇതിൽ ചാൻസ് കുറവാണ്. കാരണം ഒരു പോപ്പുലിസ്റ്റിക് ബജറ്റ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാലും ഇതിൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഫെബ്രുവരിയിൽ ഉണ്ടായിരുന്ന ബഡ്ജറ്റിൽ 40,000 ഉണ്ടായിരുന്ന സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 ആക്കിയിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ലിവിങ് കോസ്റ്റും ഇതെല്ലാം കൂടി കൂട്ടി നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. അതിൽ എന്തെങ്കിലും ഇൻക്രീസ് നടത്തുകയാണെങ്കിൽ ടാക്സ് പേയേഴ്സിന് വളരെയധികം ബെനിഫിറ്റ് ഉണ്ട്. എസ്പെഷ്യലി സാലറീഡ് ഇൻകം ഗ്രൂപ്പിന് ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിൽ എന്തെങ്കിലും വ്യത്യാസം വരണമെങ്കിൽ വളരെയധികം ഗുണമുണ്ട്. ഇനി അടുത്ത പോയിൻ്റ് പറയണമെന്നുണ്ടെങ്കിൽ ATC ബെനിഫിറ്റ്. ഇപ്പോൾ ATC ബെനിഫിറ്റിൽ ഒരു നമ്പർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട് സ്കീമായ ELSS, അങ്ങനെ കുറച്ച് PF ഇതെല്ലാനും കൂടി ഉൾപ്പെടുത്തിയിട്ട് അപ് ടു 1.5 ലാക്ക് വരെ നമുക്ക് ടാക്സ് എക്സെപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് ഈ 1.5 ലാക്കിനിടയിൽ നമ്മൾ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കുറച്ചിട്ട് ബാക്കിയുള്ളതിന് ടാക്സ് കൊടുത്താൽ മതി. അതിൽ വല്ല ഇൻക്രീസ് വരുത്താനുള്ള ചാൻസ് ഉണ്ടോ? അതിൽ ഇൻക്രീസ് വരുത്തുകയാണെങ്കിൽ ഒരു സാലറി ക്ലാസ്സിന് ഒരു കണക്കിന് നല്ലതാണ്. അതേമാതിരി തന്നെ കൺട്രിക്കും നല്ലതാണ്. കാരണം വെച്ചാൽ ഈ പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാവരും ഒരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ എക്കണോമിയിലേക്ക് രണ്ടാമത് വരികയാണ്. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ കൺട്രിയുടെ ഡെവലപ്മെൻറ്റിന് നല്ലതാണ്. അതിലെന്തെങ്കിലും വരണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഒരു ഫോസ്റ്റ് സേവിംഗ് ആണ്. അതേമാതിരി ടാക്സ് സേവ് ചെയ്യാനുള്ളൊരു അവസരമാണ്. അവർക്ക് ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ക്ലിയറായിട്ട് ഏതെങ്കിലും ഗോൾ ലിങ്ക് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത 4ാമത്തെ പോയിൻ്റ് പറയണമെന്നുണ്ടെങ്കിൽ ഹൗസിംഗ് ലോണിന് ഇപ്പോൾ വളരെയധികം നല്ലൊരു പ്രൊമോഷനാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അതിൽ 2 വിധത്തിലാണ് നമുക്ക് ഹൗസിംഗ് ലോണിന് പറയുക. ഒന്ന്, പ്രിൻസിപ്പലിലേക്ക് അടയ്ക്കുന്ന തുക നമുക്ക് ATC ബെനിഫിറ്റായിട്ട് കാണിക്കാൻ പറ്റും. പിന്നെ ഇൻട്രസ്റ്റിൽ അടയ്ക്കുന്ന തുക നമുക്ക് അപ് ടു 2 ലാക്ക് നമുക്ക് ടാക്സ് എക്സ്പെൻഷനിൽ കാണിക്കാൻ പറ്റും. അതിൽ വല്ല ഇൻക്രീസ് ഈ ബഡ്ജറ്റിൽ വരുത്തുമോ? അങ്ങനെ വരുത്തണമെങ്കിൽ റിയാലിറ്റി സെക്ടർ നല്ലതാണ്. അതേമാതിരി തന്നെ ഒത്തിരി യങ്സ്റ്റേഴ്സ് വീടൊക്കെ വാങ്ങാനായിട്ട് നിൽക്കുന്നുണ്ട്, ഹൗസിംഗ് ലോണിന് നിൽക്കുന്നുണ്ട്. അവർക്ക് ടാക്സിൽ ഒരു ഇളവ് കിട്ടാനായിട്ടുള്ള ഒരു നല്ലൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊരു മോട്ടിവേഷനാണ് വീടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇനി അടുത്ത ഒരു കേസാണ് GST. ഇപ്പോൾ GST വന്നിട്ട് ഇംപ്ലിമെൻറ്റേഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഇനി അതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എക്കണോമിക്ക് കിട്ടേണ്ടത് ഇനി വരുന്ന കാലങ്ങളിലാണ്. അപ്പോൾ ചില ഐറ്റത്തിൽ GST ഇപ്പോഴും കൂടുതലാണ്. എസ്പെഷ്യലി
നമ്മൾ സാധാരണക്കാർ നിത്യോപയോഗ സാധനങ്ങൾക്ക് വേണ്ടിയുള്ള ഐറ്റംസ് ഉണ്ട്, FMCG ഐറ്റംസ്, അങ്ങനെ ഒത്തിരി റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ ഒരു GST തുക കുറച്ച് കൂടി കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് എല്ലാവർക്കും വളരെയധികം ബെനിഫിഷ്യലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റുകൾ തന്നെ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഒരു പ്രപ്പോസലായിട്ട് ഫിനാൻസ് മിനിസ്ട്രി കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും എല്ലാ ഐറ്റത്തിൻ്റെയും GST 18% മാക്സിമം എന്നുള്ള നിലയിൽ നിർത്തണം എന്നുള്ളത്. അത് ഫിനാൻസ് മിനിസ്റ്റർ കേൾക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അതേമാതിരി തന്നെ ഒത്തിരി ഐറ്റംസ് ഇപ്പോൾ ആൽക്കഹോൾ, പെട്രോളിയം എന്നീ സാധനങ്ങളൊന്നും GSTയിൽ പെടുത്തിയിട്ടില്ല. അതും ഈ തവണ പെടുത്താനായിട്ട് നോക്കണമെങ്കിൽ അതും നല്ലതാണ്. അപ്പോൾ ഇനി ആറാമത്തെ ഒരു കേസ് പറഞ്ഞാൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ബഡ്ജറ്റിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇക്വിറ്റിയിൽ ഉൾപ്പെടുത്തി. പണ്ട് ഇത് 0 ആയിരുന്നു. 1 ഇയറിന് മുകളിലുള്ള ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് വരുന്ന ഇൻകത്തിന് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ബഡ്ജറ്റിൽ 10% ടാക്സ് ഏർപ്പെടുത്തി. അത് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിരുന്നു. ഇപ്രാവശ്യം അതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അതേമാതിരി വേറെ ഏതെങ്കിലും ഐറ്റംസ് ഉൾപ്പെടുത്താനോ വല്ല ടൈമിങ്ങിൽ വല്ല വ്യത്യാസം ഉൾപ്പെടുത്താനോ ചാൻസ് ഉണ്ടോ എന്നതും സാധാരണക്കാരായ ഇൻവെസ്റ്റേഴ്സിന് വളരെയധികം നോക്കി കാണേണ്ട ഒരു ഐറ്റമാണ്. ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കി കാണേണ്ട ഐറ്റംസ് ഈ പർട്ടിക്കുലർ ബഡ്ജറ്റിൽ ജൂലൈ 5 ഫിനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ. അതോടൊപ്പം തന്നെ ഒത്തിരി മേഖലയിലേക്ക് ഗവൺമെൻറ് സ്പെൻഡിങ് ഉൾപ്പെടുത്താനായിട്ട് നോക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നോക്കുന്നുണ്ടാവും, ഇപ്പോൾ ബാങ്കിങ്ങിനൊരു റിഫോം നോക്കുന്നുണ്ടാവും, അതേമാതിരി ഒത്തിരി ഏരിയയിൽ നോക്കുന്നുണ്ടാവും. ഇപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആൾക്കാർ ആ ഏരിയയിൽ നോക്കിയിട്ട് ആ ഏരിയയിൽ നല്ല കമ്പനികൾ ഏതാണെന്ന് നോക്കി ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വെൽത്ത് ക്രിയേഷൻ നടത്താനായിട്ട് ഉള്ളൊരു നല്ലൊരു അവസരം നമുക്കുണ്ട്. അതേമാതിരി തന്നെ ഈ പർട്ടിക്കുലർ ബഡ്ജറ്റിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കാരെങ്കിലും എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും എക്സ്പെക്റ്റേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ബഡ്ജറ്റ് ഏതാണെന്ന് കമൻറ്റിൽ പറയണമെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരു ഡിസ്കഷൻ പോയിൻ്റ് ആവും. അതേമാതിരി തന്നെ ടാക്സ് ബെനിഫിഷ്യലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണെന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് കോളത്തിൽ ചോദിക്കാം. നമ്മൾ അതിനുള്ള കൃത്യമായ ഉത്തരം തരാം. ഓക്കെ, ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇതുമാതിരി ഇൻഫോർമേറ്റീവായിട്ടുള്ള അടുത്ത ഡിസ്കഷനുമായിട്ട് അടുത്ത എപ്പിസോഡിൽ ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.